കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും സകല ജാതികളെയും വിളക്ക്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 24:5-6-7. ഞാൻ ന്യായാസനങ്ങളെ തുറന്നു, ഓരോരുത്തരും അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായവിധി ഉണ്ടായി. യേശുവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും അതിന്റെ മുദ്ര കൈകളിൽ ഏൽക്കാത്തവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ എഴുന്നേറ്റു ഉയർത്തു 1000 ആണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് വാണു. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ക്രിസ്തുവിനോടും ദൈവകുഞ്ഞാടിനോടും അതോടൊപ്പം വിശുദ്ധ ദൂതന്മാരോടുകൂടെ 1000 ആണ്ട് വാണു. ദൈവസഭ എടുക്കുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ 5 ഭാഗങ്ങളായിരിക്കും നാം പ്രസംഗിക്കുന്നത്. ഇന്നലെ രാത്രി വരാനുള്ള മൃഗത്തെ പറ്റി പ്രസംഗിച്ചു. ഇന്ന് രാത്രി മൃഗത്തിന്റെ പ്രതിമയും ആരുടെ തല ഛേദിക്കപ്പെടും, ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. നാളെ മുദ്ര ഏൽക്കുന്നവരുടെയും അല്ലെങ്കിൽ കൈവിടപ്പെട്ടവരുടെ ന്യായവിധി പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ നിൽക്കണോ, മശിഹായുടെ വരവിൽ പോകണമെന്ന് നാം ചിന്തിക്കും. ആസ്പദമായി വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ കൃപായുഗം കഴിയുമ്പോൾ, അന്തിമയുദ്ധം കഴിയുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരും. ഇന്നലെ രാത്രി ചിന്തിച്ചു. വെളിപ്പാട് 13:1-2 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്ന കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിക്ക് സദൃശം. അതിന്റെ കാൽ കരടിയുടെ കാൽ, അതിന്റെ വായ് സിംഹമുഖം, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തു. ഈ മൃഗത്തെ ആര് കാണും? ബൈബിളിലേക്ക് വെളിപ്പാട് 17:8-9 യോഹന്നാൻ അപ്പോസ്തലനോട്, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതി കാണാത്തവർ ഈ മൃഗത്തെ കാണും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ മശിഹായുടെ വരവിലെടുക്കപ്പെടുമെന്ന് ഇന്നലെ രാത്രി. 3-ാം ഭാഗമായി ഒരു മൃഗം അധികാരത്തിൽ വരണമെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിൽ വരണം. അതാ ഇന്റർനെറ്റ് WW. വെളിപ്പാട് പുസ്തകത്തിൽ ഇന്നലെ വെളിപ്പാട് 13:3-4-5-6-7 ഇതിന്റെ തലകളിൽ മരണകരമായ മുറിവ് വൂണ്ട് സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അതിശയം. അതിന് വലിയൊരു നാവ് കിട്ടിയവൻ ലോകത്തോട് സംസാരിച്ചു. ഇന്നലെ രാത്രി അവന്റെ വീട് ലോകം കേൾക്കുക. അതിനോടനുബന്ധിച്ച് WW 1 അവന്റെ മുറിവ്, വൂണ്ട് 2 വണ്ടർഫുൾ അതിശയം, 3 അവൻ ആരാധനയ്ക്ക് വേണ്ടി കൊതിക്കുന്നു, വർഷിപ്പ് നമസ്കരിക്കുവാൻ ആവശ്യപ്പെടുന്നു, 4 അവന്റെ ശബ്ദം ഉലകം കേൾക്കും, രാത്രി ചിന്തിക്കും. അടുത്തതാ കോക്രോച്ച്. ജനതാ പാർട്ടി അടക്കം ഒരു നേതാവും വേണ്ട. മൊബൈലിൽ ഞെക്കിക്കഴിഞ്ഞാൽ ജനം ഒത്തുകൂടുന്നൊരു കാലം വരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ, യുദ്ധം വാർ, സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. ഇന്ത്യ ഗവൺമെന്റ് പോലെ CJPയെ ഭയപ്പെടുന്നു. കൊടി വേണ്ട, നേതാക്കൾ വേണ്ട, ഓൺലൈൻ വഴി ജനം റോഡിലിളകും. ഇതിന്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരിക. സകല ജാതികളുടെയും മനോഹര വസ്തുവ കാൽവറിയിൽ പരമയാഗമായി യേശു ക്രിസ്തു മടങ്ങി വരും. അതുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് ഇവിടെ ഭരണത്തിലേക്ക് വരുമെന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വരുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടുമോ? യോഹന്നാൻ 14:30 ഇന്നലെ കുഞ്ഞുങ്ങൾ വായിച്ചു. കുഞ്ഞുങ്ങളെ, യേശു പറഞ്ഞു, ഞാനിനി അധികം നിങ്ങളോട് സംസാരിക്കത്തില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു വരുന്നെങ്കിൽ അവൻ എന്നോടൊരു കാര്യമില്ല. യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മക്കളോടും കാര്യമില്ല. അതിനു മുമ്പ് നമുക്ക് വേണ്ടി കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്കുക. അതുകൊണ്ട് ഈ ഉപമയും ലൂക്കോസിന്റെ സുവിശേഷം 13:6-7-8 മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തി ഉണ്ടായിരുന്നു. സംവത്സരങ്ങളായി തോട്ടക്കാരൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക, ഫലമൊന്നുമില്ല. തോട്ടക്കാരൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 3 സംവത്സരമായി ഈ അത്തിയിൽ ഒരു ഫലവും കാണുന്നില്ല. കോടാലിയെടുത്ത് അതിനെ വെട്ടിക്കളയുവാൻ അതിന് തോട്ടത്തിൽ കാവൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവൻ പറഞ്ഞു, കർത്താവേ, ഒരാണ്ട് കൂടെ ഇത് നിന്നോട്ടെ, കിളയ്ക്കാം, വളമിടാം, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഇന്നലെ രാത്രി മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ച്ച് ദൈവസന്ധിയിൽ നിലനിൽപ്പാൻ നമ്മളെ തന്നെ ഒരുക്കണമെന്ന് പറയുമ്പോൾ യോഗം അവസാനിച്ചു. ഒരു രാത്രി കൂടി ദൈവത്തിന്റെ ദാസനാകത് ഞാൻ ചൊല്ലുന്നു. കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായപ്പെട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഈ 2ാമത് രാത്രിയിൽ സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവാൻ കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി നെയ്യാറ്റിൻകരയെ വ്ളാങ്ങാമുറിയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. We are going to Book of Revelation chapter 20 verse 4, 5, 6, 7. വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഇന്നലത്തെ വാക്യം തന്നെ വായിച്ച 2ാമത്തെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നു. വെളിപ്പാട് 20, 4, 5, 6, 7 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ.
മൈക്ക് കൂടെ മോനെ, മൈക്ക് കൂടെ നാട്ടുകാർ കേൾക്കുന്നത്. വായിച്ചാട്ടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. അപ്പൊ 1000 ആണ്ട് ഒരു വാഴ്ച ഈ ഭൂമിയിലുണ്ട്. അടുത്ത വാക്ക്, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. 1007 വർഷം കഴിയുമ്പോൾ അവർ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടും. നാളെ അത് നാം ചിന്തിക്കും. അടുത്ത വാക്ക്, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. മതി മക്കളെ, 1000 ആണ്ട് വാഴും. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ കണ്ണുകളെ അടയ്ക്കാൻ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഈ രാത്രി വെളിപ്പെടുവാൻ, ചതഞ്ഞോടെ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം മൂടാ. എന്ന് രാത്രി ദൈവസന്ധിയിൽ സമർപ്പിക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? നല്ല പ്രത്യാശയോടെ ഓരോ ദിനവും നമ്മളെ നടത്തിയ ദൈവം, കഴിപ്പാനും കുടിപ്പാനും തന്ന ദൈവം, കണ്ണിലെ കഷ്ടമണി പോലെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഈ രണ്ടാം രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ചാ, ഈ രാത്രി അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ വേദനയോട് വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോട് വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കലം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കവൻ മിന്നൽ പിണറിനെ അയക്കും. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് ഈ പട്ടണത്തിനകത്ത് വ്യാപരിക്കുക. മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്നവർ ഈ രാത്രി കൊണ്ട് കരങ്ങൾ ഉയർത്തി കാൽവറിയിലേക്ക് യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ അങ്ങയുടെ തിരുക്കരത്തിന്റെ വല്ലഭത്വം ഈ രണ്ടാമത് രാത്രിയിൽ ഇവിടെ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കടന്നു വന്ന എല്ലാ മക്കളെയും ദൈവം കാക്കണമേ. കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവസഭ കാക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ ബിരുദങ്ങളോ പ്രശസ്തികളോ ഈ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കണം. ഈ മക്കളോട് വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അപ്പച്ചന് യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ ഭാഗം വളരെ ശ്രദ്ധയോടെ ഇന്നലെ രാത്രി മുതൽ നാം 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കുന്നു. അതിന്റെ പ്രത്യേകത, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന് വേണ്ടി കൊടുത്ത പുതിയ നിയമത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അരുളപ്പാട് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. പലരും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ടെങ്കിലും മത്തായി സുവിശേഷം എഴുതിയ ലേഖനമോ പ്രവചനമോ എഴുതിയില്ല. ധന്യനായ ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി. അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ, സഭയുടെ ചരിത്രവും എഴുതി. അതിന്റെ പ്രത്യേകത, പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി എഴുതപ്പെടുവാൻ ഇടയായി തീർന്നു. പക്ഷേ പലരും പ്രവചനം എഴുതിയില്ല, സുവിശേഷം എഴുതിയില്ല. 3 മേഖലയിൽ കടന്നു പോകുവാൻ ഒരുവന് ഭാഗ്യം ലഭിച്ചു. അവന്റെ പേര് വയോധികനായ യോഹന്നാൻ അപ്പോസ്തലൻ. തുടങ്ങുന്നു യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്രയാകുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കൂടി വരച്ചു കാട്ടുന്നു. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാനിരിക്കുന്ന കാലവും എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ഉപദേശത്തിൽ നിന്ന് അതിർവരമ്പ് കടന്നു പോകുന്നവന്റെ ന്യായവിധിയും സഭയുടെ ഉപദേശത്തിൽ അതിനകത്ത് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നു. 3-ാമത്തെ ഭാഗം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. വരാനിരിക്കുന്ന സംഭവങ്ങൾ ഹല്ലേലൂയ വെളിപ്പാടിൽ കൂടി സ്വർഗം യോഹന്നാന് പകർന്നു, അത് വരച്ചു കാട്ടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ സിയോൻ സംഘത്തിന്റെ കൺവെൻഷൻ വയോധികനായി ഈ അപ്പച്ചനെ കൊണ്ടുവന്ന് സ്റ്റേജിന്റെ മുൻപിൽ നിന്ന് ചോദിക്കണം, അപ്പച്ചോ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനത്തിന്റെ ഉल्ലേഖനങ്ങൾ നാവിൻ തൂമ്പിൽ ചമച്ചുകൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി ഉദ്ധാരണത്തിന്റെ സൂക്തങ്ങൾ ലഭിക്കുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വരുംകാല പ്രവചനങ്ങൾ വെളിപ്പാട് എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ബാംഗ്ലൂർ മരിയൻ കോളേജിന്റെ ബിരുദമാണോ? പുനലൂരെ ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? വെള്ളറുടെ ആത്മീയമന്ന
പെന്തക്കോസ്തല ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ, കണ്ണമൂല CSM സെമിനാരിയുടെ ഡോക്ടറേറ്റ് ആണോ? അദ്ദേഹം പറയും അതൊന്നുമല്ല, അന്ത്യം വരെ കാൽവരിയുടെ കൊലക്കളത്തിൽ നാഥന്റെ മാറോട് ഞാൻ ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ കൃപ ലഭിച്ചു, ലേഖനം എഴുതുവാൻ കൃപ ലഭിച്ചു, അല്ലെങ്കിൽ പ്രവചനം എഴുതുവാൻ കൃപ ലഭിച്ചു. അപ്പച്ചാമ്മച്ചി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കൾ മാറും. അതുകൊണ്ട് ഈ രാത്രിയും പറയണം ആശ്രയം യേശുവിലായതിനാൽ ഭാഗ്യവാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒന്നാമത്തെ ശിക്ഷാവിധി ഡൊമീഷ്യൻ അദ്ദേഹത്തിന് കൊടുത്തു. ശരീരത്തിനകത്ത് കത്തി കൊണ്ട് കയറി, അതിനകത്ത് അദ്ദേഹം രക്ഷപ്പെടുന്നു. പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞു, സാർ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് അസാമാന്യ ശക്തിയുണ്ട്. ഡൊമീഷ്യന്റെ കണ്ണുകൾ ചുമന്നു. പടയാളികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചരിത്രത്തിന്റെ രംഗത്താളുകൾ ജോസീഫസ് എഴുതി വരച്ചു കുറിയിട്ട് മാലോകരോട് അറിയിക്കുന്നു. ജോസീഫസിന്റെ കണ്ണ് ഹല്ലേലൂയ ചുവന്നു. അവന്റെ ശരീരം മുഖഭാവം മാറിയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണേണ്ട, 4 ദിവസം കഴിയുമ്പോൾ അടുത്ത ശിക്ഷാവിധി നിങ്ങളുടെ കരങ്ങളിലേക്ക് തരാം. പടയാളികൾ പോയി വയോധികനായ യോഹന്നാൻ എഫെസോസഭയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയും തുടങ്ങി. 4-ാം ദിവസം പടയാളികളെ ഡൊമീഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണ ചൂടാക്കണം, ഇദ്ദേഹത്തെ അതിനകത്ത് വലിച്ചെറിഞ്ഞ് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കണം. പടയാളികൾക്കും വളരെ സന്തോഷമായി. സഹോദരങ്ങളെ, രാവിലെയാണ് വെളുപ്പിന് റോമിൻ്റെ പടയാളികൾ കാരാഗ്രഹത്തിനകത്ത് മനുഷ്യരെ ന്യായവിധിക്ക് കൊണ്ടുപോകാൻ വരുന്നത്. പ്രഭാതത്തിൽ പള്ളിയുടെ മുറ്റത്തിരുന്ന് പ്രാർത്ഥനാ നിരതനായി തോറയുടെയും തനാക്കിൻ്റെ ചുരുളുകൾ വായിക്കുമ്പോൾ പടയാളികൾ വന്ന് വയോധികനോട് പറഞ്ഞു, അപ്പച്ച ഇന്ന് മരിക്കാൻ പോയി, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ജയിലിനകത്ത് തൂക്കിന് വിധിക്കപ്പെടുന്ന ഒരു പ്രതിയോട് ചോദിക്കും ജയിലധികാരികൾ, വാർഡന്മാർ ചോദിക്കും, നല്ല മുണ്ട് വേണോ, നല്ല ഉടുപ്പ് വേണോ, അട വേണോ, പട വേണോ, പായസം വേണോ, പ്രഥമൻ വേണോ, ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടോ? അതെല്ലാം വയോധികനോട് ചോദിച്ചു. യോഹന്നാൻ പറഞ്ഞത് വായിക്കാൻ പറഞ്ഞു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് താങ്കളെ വലിച്ചിട്ട് കൊല്ലുവാനുള്ള പദ്ധതിയാണ്. യോഹന്നാന്റെ മുഖത്തൊരു മന്ദസ്മിത. അപ്പോൾ ജോസീഫസ് ആ ഭാഗങ്ങൾ ഇങ്ങനെ എഴുതി തീർത്തിരിക്കുന്നു. പടയാളികൾ അദ്ദേഹത്തോട് ചോദിച്ചു, മരിക്കാൻ പോവുക, എന്താ മന്ദസ്മിത? എനിക്ക് ഭാരമൊന്നുമില്ല, നിങ്ങളുടെ ചക്രവർത്തി തീച്ചൂളം ഉണ്ടാക്കുന്നതിന് മുമ്പ് യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ എന്ന ചക്രവർത്തി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. 4-ൽ ഒരുവൻ ബാബേലിലെ സൈനിക കോളേജിൽ, മറ്റ് 3 പേരെ തീജ്വാലയിൽ വലിച്ചെറിയാൻ പദ്ധതി വെച്ചു. ശദ്രക്കും മേശക്കും അബേദ്നെഗോവ് ദുരാശു സമഭൂമിയിൽ സമബിംബത്തെ കണ്ടിട്ട് അവരോട് വണങ്ങുവാൻ പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. വയോധികനായ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഭാരമില്ല, എൻ്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും. സിസ്റ്റർ, ബ്രദർ, ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? നിനക്ക് മുമ്പേ ദൂതനെ ഇറക്കി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം. മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വിശ്വാസം എന്നത് വാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. പടയാളികൾക്ക് അതൊന്നും വിഷയമല്ല. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ചു. തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് അദ്ദേഹത്തെ വലിച്ചിട്ടു. 9 മിനിറ്റ് കൊണ്ട് മരിക്കുവാൻ തക്കവണ്ണ തീജ്വാല കൂട്ടി. ഒരുപക്ഷെ മൂക്കിനകത്ത് ഇറങ്ങിയാൽ ലങ്സിനകത്ത് ഡിവിഡൻസ് ഉണ്ടാവും, മരിച്ചുകളയും. അല്ലെങ്കിൽ ശരീരത്തിൽ ഇറങ്ങിയാൽ ബ്ലഡ് ബ്ലോക്കായ പിടഞ്ഞ് മരിക്കുന്ന ഒരവസ്ഥ കാണാൻ കാത്തിരിക്കുക. 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വയോധികനായ യോഹന്നാൻ തല ഉയർത്തി. ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, പുതയ്ക്കാൻ വല്ലതുമുണ്ട്? അവർ ഞെട്ടിപ്പോയി. ഇന്ന് രാത്രി വിടിരിക്കുന്ന വ്ളാങ്ങാമുറിയിലെ ദൈവമക്കൾ, 1 അവന്റെ ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് മരിച്ചില്ല, 2 തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ട് മരിച്ചില്ല. എന്തുകൊണ്ട് അമ്മ മരിച്ചില്ല? ഈ രാത്രി വിശ്വസ്തയോടെ അന്ന് അവനെ പറ്റി ഒരു വാഗ്ദത്തം ബാക്കി നിൽക്കുക. വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി, വാഗ്ദത്തമുള്ളവൻ വെന്റിലേറ്ററിനകത്ത് കിടന്നാൽ സ്വർഗം പുറത്തു കൊണ്ടുവരും. പ്രോമിസ് ഉള്ളവൻ ഏത് കത്തി ശരീരത്തിനകത്ത് കയറിയാൽ നിന്നെ പുറത്തു കൊണ്ടുവരും. ഏത് തീജ്വാലയ്ക്കകത്ത് വീണാൽ നിന്നെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരും. കമോൺ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി നിന്റെ മരണം കാണുവാൻ ശത്രു കാത്തു നിൽക്ക്. നിന്റെ കുടുംബത്തിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ ദൂഷ്ടപിശാച് കാത്തു നിൽക്ക്. എന്നാൽ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ആരാധിക്കുന്നവന്റെ തലകളെ ഉയർത്തുക. വയോധികനായ യോഹന്നാന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന മരമല്ല, വാഗ്ദത്തമുള്ളവന്റെ കലകളെ ഉയർത്തുക. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ തല പോലെ ഉയർത്തിയതുപോലെ സിസ്റ്റർ, നിന്റെ പതനം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കുക. ചെറുപ്പക്കാരാ, നിന്റെ ഭാവി തകരുന്നത് കാണാൻ അന്ധകാര ശക്തി കാത്തു നിൽക്കുക. വാഗ്ദത്തത്തിന്റെ കരം നിന്റെ പിൻപിലുണ്ടെങ്കിൽ നിന്റെ തലകളെ ഉയർത്തുക. വയോധികനായ യോഹന്നാന്റെ തൊട്ടകരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്നലെ രാത്രി ഞാൻ ദാവീദിന്റെ വാഗ്ദത്തമാ പറഞ്ഞത്. ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവൻ എവിടെ കടന്നാലും ദൈവം കൊണ്ടുവന്ന് അനുഗ്രഹിക്കുക. ഇന്ന് രാത്രി, ഇന്ന് ഓഗസ്റ്റ് 15, ആസാദി കാ അമൃതോനേക്ക് അസി സാൽ മേ അപ്പന ഇന്ത്യ ചൽ രഹാ ഹൈ. ഇസി അമൃതമേ നമുക്ക് നല്ല ദൈവവചനം കേട്ട് സന്തോഷത്തോടെ ഇരിക്കുക. അതിനാസ്പദമായി കഴിഞ്ഞ ദിവസം ദാവീദിനെ പറ്റി പറഞ്ഞു. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്ന കാലം. ഒരപ്പൻ, ഒരമ്മ, 2 മക്കൾ. അവരുടെ പേര് എലിമലയൊക്കെ നവോമി, മംഗ്ലോന്, ഗില്യോന്. അവർ യാത്രയായി. എവിടെ? അവർ ബേത്ലഹേം വിട്ടു. ബേത്ലഹേമിന് ഹിന്ദിയിൽ പറയുന്ന ബേത്ത് അല്ലെങ്കിൽ അറബിയിൽ പറയുന്ന ലഹം, ഇതൊക്കെ ചാപ്പാട് കിട്ടുന്നത്. ഹിന്ദി
പുള്ളിക്കാരൻ പറയുന്നത് പൂരാട്ടം കാണാമില്ലേക ആലത്തുലാക്കൽ മക്കാൻ അത് താൻ ബേദലകയും പറയുന്ന അറബികളുടെ വാക്ക. അവിടെയും പട്ടിണി വന്നു. വ്ളാങ്ങാമുറിയിലും വരും മക്കളെ മനസ്സിലാകുന്നവർക്ക്. അവർ പുറകോട്ട് പോയി 400 കിലോമീറ്റർ ബാക്കിലേക്ക് പോയത്. ആ സ്ഥലത്തിൻ്റെ പേരാ മോവാബ്. അമ്മച്ചി മോവാബ് ആരായിരുന്നെന്നറിയാമോ? ആരാണ് മോവാബ്? ലോത്തിന്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ടു. 1000 ആണ്ട് ശാപത്തിൽ വീണുപോയത് ആ കറുത്ത കുടുംബം. ഒന്നേ മോവാബ്, അത് ഈജിപ്തിൻ്റെ ഒരു പ്രവിശ്യ. മറ്റേതാ ഇന്നത്തെ ജോർദാന്റെ തലസമാനമായ അമ്മാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവരിവിടെ വന്നു. പെടപെട കാര്യങ്ങളൊക്കെ നടന്നു. നല്ല പയ്യന്മാർക്ക് 2 അരുമயான പെൺകുട്ടികളെയും കിട്ടി. ഒരു സഹോദരിയുടെ പേര് രൂത്ത്, മറ്റേ സഹോദരിയുടെ പേര് ഓർപ്പ. കല്യാണമൊക്കെ കഴിഞ്ഞ് പെൺകൊച്ചുങ്ങൾ തേക്കടി ഊട്ടി കൊടൈക്കനാൽ പോയപ്പോൾ പപ്പായ്ക്ക് ഒരു നെഞ്ചുവേദന. സന്തോഷമില്ലല്ലോ. പെൺകൊച്ചുങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചതായി വല്യപ്പൻ ഇൻസുലിനും കൊടുക്കണം, പുളിവെള്ളവും ചൂടാകണമെന്ന്. സന്തോഷമില്ലല്ലോ. എന്തായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും. അതുപോലെ പപ്പ പോയി, 1ാമത്തെ ശവപ്പെട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മംഗളോനും പോയി, 2ാമത്തെ ശവപ്പെട്ടി. അത് കഴിഞ്ഞ് കണ്ണീരും പ്രാർത്ഥനയും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3ാമത്തെ ശവപ്പെട്ടി. ഗില്യോനും പോയി. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടി. പിന്നെ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വരുമോ? അവരെ കുറ്റം പറയട്ടെ. അപ്പം മൊബൈൽ അടിച്ചാലും കാണത്തില്ല, മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് അമ്മജിയായ നവോമി 2 പെൺകൊച്ചുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എക്സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേദലഹേമിലേക്ക് തിരിച്ചു പോയപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും കുറവാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ 2 പേരും ആ സമയത്ത് അടുത്ത് വന്നു. ഓർപ്പ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നാണ് പറഞ്ഞു. അതാ ചുംബന സമരത്തിൻ്റെ ലീഡർ. ചേട്ടൻ പോയപ്പോഴേ അവൾ വാട്സപ്പിൽ വേറെ ആരാണ്ടുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലാകുന്നവർക്കായി. ഓർപ്പ മതിൽ ചാടിയതാ, മനസ്സിലാകുന്നവർക്കായി. കർത്താവിൻ്റെ ദിവസം എല്ലാവരും കേട്ടാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം. നാളെ പകൽ പറയാം. ആ രാത്രി 2 പേർ ഒരു കിടക്കമേൽ, 2 പേർ ഒരു തിരികല്ലിൽ, 2 പേർ ഒരു വയലിലായിരിക്കും. നാളെ പകലത് പ്രസംഗിക്കാം. അപ്പം തിരികല്ലിൽ പൊടിച്ച സഹോദരിയായിരുന്നു ഓർപ്പ തള്ളപ്പെട്ടു പോയി. ഏഷ്യാഡിൽ ഓടിയിരുന്ന മെഡലും കിട്ടിയാണ്. സന്തോഷമില്ലല്ലോ. രൂത്തോ ആരോട്? അമ്മച്ചിയോട് പറ്റി നിന്നു. അമ്മച്ചിയോട് പറ്റി നിന്നറിയാം, ചുരിദാർ പിടിച്ച് നിന്നല്ല, വചനത്തോട് പറ്റി നിന്നു. അമ്മച്ചി ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങളുടെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും നിവിയുടെ സ്പ്രേയും ഒന്നുമല്ല കൊണ്ടുപോയത്. അമ്മച്ചി ഒരു ന്യായപ്രമാണം കൊണ്ടുപോയി, മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ന്യായപ്രമാണം എടുത്ത് അമ്മച്ചി ധ്യാനിച്ചു കൊണ്ടിരുന്നു. ബൈബിളിനകത്ത് ഒരു ഭാഗമുണ്ട്, അമ്മാമ്മ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചു തരും. അപ്പോൾ അമ്മ രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി ഞാനും അങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അമ്മച്ചിയോട് അടുത്ത് 5-6 കാര്യം പറഞ്ഞു. അമ്മച്ചി പോകുന്നിടത്ത് ഞാനും പോകും, അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, അമ്മച്ചി കൂട്ടായ്മ അനുഭവിക്കുന്നതോട് ഞാനും കൂട്ടായ്മ അനുഭവിക്കും, പ്രൈസലോടും കൊടുക്കും. മരണം എന്നെ വേർപിരിക്കുന്നത് വരെ ജീവനുള്ള ദൈവത്തെ ഞാൻ സ്തുതിക്കാം. അപ്പോഴാ വിസ വന്നത്, മനസ്സിലാകുന്നവർക്കായി. അപ്പം കൈ ഉയർത്തിയിട്ടല്ല വിസ വരുന്നത്. യാതൊരു മണി പാസ് ഇവിടെ ഇരിപ്പുണ്ട്, മനസ്സിലാകുന്നവർക്കായി. പണ്ട് ഓഗസ്റ്റ് 15 നമ്മുടെ നെയ്യാറ്റിൻകര കാട്ടാക്കട ശാപവിമുക്തി ശുശ്രൂഷ. സന്തോഷമില്ലല്ലോ, അങ്ങനൊന്നുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാ ഓഗസ്റ്റ് 15. നിന്റെ ശാപം മാറണമെങ്കിൽ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ കർത്താവിനെ മുറുകെ പിടിക്കണം, വചനപ്രകാരം രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. മരണം നിന്റെ വേർപിരിക്കുന്നത് വരെ സത്യദൈവത്തെ ആരാധിക്കാൻ നീ തീരുമാനമെടുക്കുമ്പോഴാണ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അന്നേരം ആ രൂത്തിന് വിഷയം കിട്ടി. 2 പേരോട് ഇപ്പം ബേദലഹേമിൽ, നമ്മുടെ ചിന്തയിൽ ഉദിയംകുളങ്ങര കൊറ്റാമം പരശുവയ്ക്കൽ റോഡിലാണ്. നമ്മുടെ കാർ ഷോറൂമിൻ്റെ സൈഡിൽ ഒരു ചെറ്റ പോലെ ഏതാണ്ട് ഒരു ഷീറ്റ് മറച്ചു വെച്ചേക്കുക. നമ്മുടെ തിരുവനന്തപുരം ഭാഷ ഉദിയംകുളങ്ങരക്കാർ പറഞ്ഞു, കള്ള കിളവി അവിടെ പോയി 3 എണ്ണത്തിനെ തട്ടിയിട്ട് ഒരു കറുത്ത പെണ്ണുമായിട്ട് വന്നെന്ന്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം, മനസ്സിലാകുന്നവർക്ക് അങ്ങനെ കുറ്റം പറഞ്ഞു. എന്നാലും അമ്മച്ചി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്തായാലും കുറുങ്കുട്ടി പോന്ന വഴിക്ക് ബോവസിൻ്റെ വയലുണ്ടായിരുന്നു. പെങ്കൊച്ചിനോട് പറഞ്ഞു, മോളെ പട്ടിണി കിടക്കുന്നതിൽ നല്ലതാ ദൈവസഭയിൽ പോകുന്നതാ. സന്തോഷമില്ലല്ലോ. അവളുടെ വിശ്വാസത്തോടെ വയലിലേക്ക് പോയി. നമ്പർ 1 ചേച്ചിമാർ കേട്ടാട്ടെ. 1-ാം ദിവസം അവിടെ ചെന്നപ്പോൾ യഹൂദൻ്റെ പണിക്കാർ കറുത്ത പെങ്കൊച്ചിനെ കണ്ടിട്ട് പറഞ്ഞു, കുഞ്ഞ് നിനക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയത്തില്ല. അവൾ എന്നാലും കാത്തിരുന്നു. കാത്തിരിക്കുന്നവൻ്റെ കരങ്ങളിൽ നന്മണി കൊടുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 2-ാം ദിവസം വീണ്ടും അവൾ അവിടേക്ക് ചെന്നു. യഹൂദൻ്റെ പണിക്കാർ പറഞ്ഞു, കുഞ്ഞ് തലയിൽ കുറച്ച് കറ്റ തരാം. 3-ാം ദിവസം അവൾ ചെന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ഷാമമൊക്കെ വരാറായി, അതുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാം, ഇഷ്ടം പോലെ കെട്ടിക്കൊണ്ടുപോകാം. 4-ാം ദിവസം ചെന്നപ്പോൾ പറഞ്ഞു, ഇനി നീ കരയ്ക്കിരിക്കേണ്ട, എവിടെ ഇറങ്ങണം, വയലിലിറങ്ങി പറക്കാം. തമിഴ്നാട്ടിൽ അരുമയാണ് ഒരു പാടൽ ഇരിക്കുന്നത്, കാൽമതിക്കും ദേശമെല്ലാം കർത്തൻ എനിക്ക് സ്വന്തമാക്കും. സ്വോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നീ എല്ലാ നാളും കരയിലിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി അതാ ഇന്ന് രാത്രി നിന്റെ ദൂത്. നീ ആശിച്ച സ്ഥലത്ത് നിന്റെ കാലുകളെ ചവിട്ടി പറക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്. വിശ്വസിക്കുന്ന
ദൈവമക്കൾക്കായി ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ. 5-ാം ദിവസം എന്താ, വയലിന്റെ ഉടമസ്ഥൻ ബോവസ് വന്നു. ബോവസ് രൂത്തിനോട് ചോദിച്ചു, ആരാ നീ? അപ്പൊ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരി ബന്ധത്തിൽ എലിമലേക്കിന്റെ അപ്പച്ചന്റെ മകന്റെ ഭാര്യ, ആ പുള്ളിക്കാരൻ മരിച്ചുപോയി, ഞങ്ങളിപ്പോൾ ഇവിടെ വളരെ വിഷമത്തിൽ കിടക്കാം. അപ്പൊ ചോദിച്ചു, വീടുണ്ടോ, കൂടുണ്ടോ, ആധാറുണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? അവൾ ഹിന്ദിക്കാരുടെ ഭാഷ പറഞ്ഞു, കുച്ചിനകി മേരെ സാത്ത്, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. മനസ്സിലാകുന്നവർക്കായി രൂത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് വയലിൽ നിന്ന് പോകുന്ന വഴിക്ക് എവിടെങ്കിലും കയറി 2 ഫോട്ടോ എടുക്കണം. നാളെ വയൽ നെയ്യാറ്റിൻകര സബ് രജിസ്ട്രാർ ഓഫീസ് വെച്ച് നിനക്ക് ഞാൻ തരാൻ പോവുകയാണ്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ? ഇന്ന് രാത്രി ചെറുപ്പക്കാരോട്, ചേട്ടന്മാരോട് ഒരു കാര്യം പറയാം. കയ്യിൽ 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നിനക്ക് ഇടാൻ പറ്റത്തില്ല. 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിന്റെ മക്കളെ കെട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ സഞ്ചി ഓട്ട സഞ്ചിയെങ്കിലും അതിനകത്ത് ദൈവ കൃപയുണ്ടെങ്കിൽ വഴികളെ തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. നിന്റെ വിചാരമല്ല സഹോദരി ദൈവത്തിന്റെ വിചാരം. നീ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിറങ്ങിയതുപോലെ ഇന്ന് രാത്രി വിട്ടിറങ്ങി ദൈവസന്ധിയിൽ നിലനിൽക്കുന്നവനെ തകർക്കുന്നവനല്ല, അവനെ മാറോട് ചേർക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 7-ാമത്തെ കാര്യം, സ്തോത്രം. എന്താ? പടിപടിയായി ദൈവം അനുഗ്രഹിക്കുക. 1000 ആണ്ട് ശാപത്തിൽ കിടന്നൊരു പെങ്കൊച്ചാന്ന്. ആരാ? ഈ രൂത്ത്. പക്ഷെ 7-ാം ദിവസം ബോവസ് അവളെ മണവാട്ടിയായി സ്വീകരിച്ചു. ഇതാ ദൈവത്തിന്റെ അനുഗ്രഹം. പാർട്ട് ബൈ പാർട്ട് ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ. 1-ാം ദിവസം എവിടെ ചെന്നു? വയലിൽ കിട്ടിയത് നന്മണി. 2-ാം ദിവസം ചങ്ങടി കിട്ടി. 3-ാം ദിവസം തലയിൽ കറ്റ വെച്ച് കിട്ടി. 4-ാം ദിവസം വയലിനകത്തിറങ്ങാൻ ഭാഗ്യം. 5-ാം ദിവസം വയലിന്റെ ഉടമ നിന്നെ തേടി വന്ന്, നീ എങ്ങോട്ടും പോകണ്ട, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കും. 6-ാം ദിവസം ആശിച്ച വയൽ നിന്റെ കരങ്ങൾ തന്നു. 7-ാം ദിവസം നിന്റെ ശാപത്തെ പൊട്ടിച്ചുകൊണ്ട് ആത്മമണവാളനായ ക്രിസ്തു മണവാട്ടിയെ ചേർക്കുന്നതിന്റെ നിഴലായി ബോവസിന് മണവാട്ടിയാകുക രൂത്തിനെ ദൈവം ബലപ്പെടുത്തി. അവിടെ കൊണ്ടും തീർന്നില്ല. ശാപമുക്തി ശുശ്രൂഷയല്ല. ഇന്ന് രാത്രി അച്ചായമ്മ രൂത്തിനും ബോവസിനും ഒരു സന്തതി ജനിച്ചു. ആ സന്തതിയുടെ പേരാ ഇശിയായി. ഇശിയായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു ദാവീദ്. ദാവീദിന്റെ സന്തതിയായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഇന്ന് രാത്രി ആ കറുത്ത വല്യമ്മച്ചിയെ നമ്മുടെ സിയോൻ സംഘം കൺവെൻഷനകത്ത് കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അമ്മച്ചിയേ, അമ്മച്ചിയുടെ കുടുംബത്തിനകത്ത് യേശു വരുവാൻ എന്താ വഴി? അമ്മച്ചി പറഞ്ഞു, ഈ പുസ്തകമെടുത്ത് ഞാൻ ദൈവത്തെ ഉയർത്തിയപ്പോൾ അനുഗ്രഹങ്ങളും നന്മയും എൻ്റെ പിറകെ വന്നോ. ഇന്ന് രാത്രി അതുകൊണ്ട് സഹോദരി കരമുയർത്തി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന് വയലിന്റെ കരയിലല്ല ഇരുത്തുന്നത്, വയലിനകത്തിറക്കി നന്മ പറക്ക. കമോൺ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. കമോൺ, ഇന്ന് രാത്രി നീ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാളുകളായി നിന്നെ പിന്തള്ളിയ പലതിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവ കൃപ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുന്ന രാത്രിയാ. അതുകൊണ്ട് വാഗ്ദത്തങ്ങളുടെ ദൈവമാ നമ്മുടെ ദൈവം. നീ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, നീ പതറാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യോഹന്നാൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. അവസാനമായി ഡൊമീഷ്യന് പിടികിട്ടി, ഈ മനുഷ്യനെ കൊല്ലുവാൻ പേടിയത്തില്ല, അങ്ങനെയെങ്കിൽ നാട് കടത്തിക്കളയാം. അന്ന് ഗ്രീസ് എന്ന് പറയുന്ന പട്ടണം, അതിന്റെ തലസ്ഥാനത്തിലെ ഒളിമ്പിക്സ് തുടങ്ങി ഏതൻസ്, അവിടെ 60 മൈൽ നീളത്തിൽ കിടക്കുന്ന നദിയാ തേംസ് നദി. അതിന്റെ ഒത്ത നടുക്ക് പൂവാർ ഐലൻഡ് കിട്ടുന്ന പോലെ കിട്ടുന്നു. 16-10 കിലോമീറ്റർ നീളം വീതി. അതിന്റെ പേരാ പത്മോസ് ദ്വീപ്. 6 മാസത്തിൽ കപ്പലെടുക്കുന്ന സ്ഥലം. വയോധികനായ യോഹന്നാനെ പൂജപ്പുര ജയിലിൽ തട്ടുന്നത് പോലെ ഒരു ജീപ്പിനകത്ത് കയറ്റി, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് യാനത്തിനകത്ത് കയറ്റി നേരെ ചെന്നു. എവിടെ ചെന്നെന്നറിയാമോ? പത്മോസ് ദ്വീപിന്റെ വാതിക്കൽ ചെന്നു. കാരാഗ്രഹത്തിന്റെ പാടികൾ തുറന്നു. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈപറയ്ക്കുന്ന അപ്പച്ചനെ വലിച്ച് അവിടത്തേക്ക് തട്ടിയിട്ടു. കാരാഗ്രഹത്തിന്റെ പാളികൾ അടഞ്ഞു. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, കൊണ്ടുവന്ന യാനം പോയി. ഹല്ലേലൂയ, സടകുടഞ്ഞ് എഴുന്നേൽക്കാനൊന്നും വയ്യാത്തൊരു പാവപ്പെട്ട അപ്പച്ചനാ. എഴുന്നേറ്റപ്പോൾ തന്നെ കൊണ്ടുവന്നവർ പോയി. പക്ഷെ കാഴ്ച 5 എണ്ണമാ. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യന്റെ അസ്ഥികഷം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം അവിടെ. തനിക്ക് മുമ്പേ വന്നവരുടെ ശവാശിഷ്ടങ്ങൾ പറകുക, പരുന്തുകളും കഴുകനും, അതിനുശേഷം പാറക്കൂട്ടങ്ങൾ. എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധിയിലും മുട്ടുമടക്കും. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി വിളാങ്ങാമുറിയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നാട്ടുകാരൻ്റെ മുഖത്ത് നോക്കരുത്, ഭാഷന്മാരുടെ മുഖത്ത് നോക്കരുത്, ബന്ധുക്കാരുടെ മുഖത്ത് നോക്കരുത്. ഒന്നേ ഉള്ളൂ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സിസ്റ്റർ, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്റെ കൂടെ കരമടിക്കുന്നവർ നിനക്കെതിരെ ഫേസ്ബുക്കിൽ കമന്റ് ഇടും, പോസ്റ്റും ഇടും. ഇന്ന് രാത്രി ചെറുപ്പക്കാരാ, നീ ചായ കുടിച്ച് നിന്റെ കൂടെ ചായ കുടിച്ചവൻ നിനക്കെതിരെ കള്ളസാക്ഷ്യം പറയും. എന്നാൽ അതിൻ്റെ നടുവിൽ സ്വർഗ
സ്വർഗമുഖത്തേക്ക് നോക്കുന്നവനെ അനുഗ്രഹിക്കുവാൻ കരുത്തുറ്റവനാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവ. സ്വർഗം തുറക്കുന്ന കാഴ്ചയെ കാണുന്നത്. കാൽവരുടെ കൊലക്കളത്തിൽ 156 മുള്ളുള്ള ഒരു കിരീടം, 39 അടി. പീലാത്തോസിന്റെ ആണികൾ തൂക്കപ്പെട്ട് പെരിട്ടോണിയസിന്റെ ചാട്ടവാറിനകത്ത് വിണ്ടുകീഴപ്പെട്ട ശരീരത്തെ അവൻ ദർശിക്കുന്നു. 7 പൊൻ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവൻ, കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ്. 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ ഹല്ലേലൂയ. സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യം അന്ത്യൻ, ആൽഫ ഒമേഗ. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ യോഹന്നാനെ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമോ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്കാലിപ്സ്. രംഗപടത്തിന് മുൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം, 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ഇന്നലെ രാത്രി തൊടുകുറിയായി പറഞ്ഞതുപോലെ 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ഏറ്റവും നിർണായകമായി ഏറ്റവും ആൺകുട്ടി സിംഹാസനത്തിലേക്ക്, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാകളം, 7 കലശം ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 പുതിയ ആകാശം പുതിയ ഭൂമി. അതോടൊപ്പം 1000 ആണ്ട് വാഴ്ചയിലേക്ക് അതാ ന്യായാസനങ്ങളെ തുറക്കുന്നു. 21 വരുമ്പോൾ മശിഹാ സാമ്രാജ്യത്വം. 22 അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അടിക്കാടുന്നവൻ അടിക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ കരയട്ടെ, സകലർക്ക് പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തുടങ്ങിയതിന്റെ 2ാം ഭാഗത്തിലേക്ക് വളരെ വേഗത്തിൽ 3 കാര്യങ്ങളായിരിക്കും ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. മൃഗം, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് മനുഷ്യനെ കൊല്ലും, കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ കൊല്ലും. യഹൂദന്റെ തലയിറക്കുന്ന ഒരു കാലം വരും. അത് പറയുമ്പോൾ ഈ രാത്രി നമ്മളെ എതിരേൽക്കുവാൻ ആകാശത്തിൽ നിന്നൊരു മേഘം വരുന്നു. റാന്നിയിലെ പ്രളയം പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. മശിഹ മടങ്ങി വരും. ഓവ്ലാങ്ങ മുറിക്കാൻ. അങ്ങനെയെങ്കിൽ 1ാമത്തത് യുഗം, 10 ഡിസ്പെൻസേഷൻസ്, ലാമിനേറ്റഡ് ബൈബിൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നെൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി, രക്ഷയുടെ വാതിലുകൾ അടയാറായി. കൃപായുഗം കഴിയുമ്പോൾ 3.5 വർഷം എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. ഇവിടുത്തെ ഭരണം അത് കഴിയുമ്പോൾ 1000 ആണ്ട് വാഴ്ച. അത് കഴിയുമ്പോൾ ഞാൻ നിത്യ വീട്ടിലേക്ക് യാത്രയാകും. അങ്ങനെയെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ ആര് കാണും? കൈവിടപ്പെട്ടു പോകുന്നവർ 1000 ആണ്ട് വാഴ്ചയിൽ ആ മനുഷ്യൻ എന്ത് സംഭവിക്കും? ഇതിനെപ്പറ്റി ഇന്നലെ രാത്രി മുതൽ നാം ചിന്തിച്ചു തുടങ്ങിയത്. അതിനാസ്പദമായി യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ ഇസ്രായേൽ, അതിന്റെ കൊമ്പളതാ ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിതകൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ ഈ ലോകത്തെ ഭരിക്കുവാൻ. സാമ്പത്തിക മണ്ഡലം, ഗൾഫിലെ പ്രശ്നം, അമേരിക്കയുടെ പ്രശ്നം, അത് എണ്ണവില, സ്വർണ്ണവില, മരുന്നുകളുടെ വില എല്ലാം നോക്കുമ്പോൾ ഈ ലോകം പറയും ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കാം. അതാ യേശു പറയൂ, അവൻ അടുക്ക വാതിൽക്കൽ. അതാ ഇന്നലെ രാത്രി വരുമ്പോൾ മൃഗം. അങ്ങനെയെങ്കിൽ മൃഗം ലോകത്തോട് സംസാരിക്കുമോ? മൃഗത്തിന്റെ പ്രതിമ വരുമോ? അതായിരിക്കും ഈ രാത്രിയിലെ ചിന്തയ്ക്ക്. അതിനാസ്പദമായി ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങളുണ്ട്. അതാ പഴയ നിയമത്തെ വെളിപ്പാടാണ് ദാനിയേൽ പ്രവചനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗമാ ദാനിയേൽ. ലോകത്തിന്റെ ഭരണത്തെ പറ്റി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 27ാമത്തെ പുസ്തകം. പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം അഥവാ പ്രവചന പുസ്തകം. ഇവർ തങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും യുഗത്തിന്റെ ഭരണങ്ങളെ പറ്റി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുവൻ ഭരണത്തിൽ വരുമോ? കൃപായുഗത്തിൽ. ബൈബിൾ കൂടെ സഹോദരങ്ങൾക്ക് തുറക്കാം. ദാനിയേൽ പ്രവചനം 8ാം അധ്യായം 23, 24, 25. ന്യൂ വേ വേൾഡ് കം ടു ദ വേൾഡ്. ന്യൂ വേ വേൾഡ് കം ടു ദ വേൾഡ്. അഥവാ ഒരുവന്റെ കയ്യിൽ ലോകഭരണം വരും. കുഞ്ഞു വായിക്കാം. ദാനിയേൽ പ്രവചനം 8, 23, 24, 25 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ രാജാക്കന്മാരുടെ അന്ത്യകാലത്ത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവൻ എഴുന്നേറ്റ് വരും. അഥവാ ഏക ലോകഭരണം. അടുത്ത വാക്ക്, അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഇന്നലെ രാത്രി ഞാൻ പറയുന്ന ഇന്റർനെറ്റ് എന്ന വലയിൽ സകല മനുഷ്യനെ അവൻ കൊടുക്കുമോ? അവന്റെ അധികാരം വലുതായിരിക്കും. അടുത്ത ഭാഗം, സ്വന്തം ശക്തിയാൽ അല്ലാതാനും. സ്വന്തം ശക്തിയാൽ അല്ലതാനും. വായിച്ചോട്ടെ മക്കളെ. അവൻ അതിശയമാവണ്ണം
നാശം പ്രവർത്തിക്കുകയും അതിശയമാമണ്ണ് നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അതാണ് വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ഭരണാധികാരി വരുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആന്റി ക്രൈസ്റ്റ് വരുമോ, യേശു വരുമോ? ബൈബിൾ എല്ലാവരും ശ്രദ്ധയോടെ നല്ല പഠനം പോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഇന്ന് പലരും പറയുന്നു അന്തിക്രിസ്തു ആദ്യം വരും, യേശു പിന്നെ വരുമെന്ന്. അതൊന്നുമല്ല. അപ്പൻ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ, യാക്കോബ് തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, ആരാ അന്തിക്രിസ്തു? യേശു മടങ്ങി വരുമോ? വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 49:10. ഞാൻ പോയാലും ശീലാസച്ചാനെ നിങ്ങൾ പിടിക്കരുത്, ബൈബിൾ ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ആദ്യം യേശു വരുമോ, അന്തിക്രിസ്തു വരുമോ? വായിക്കാം. ഉൽപ്പത്തി 49:10 വാക്യം വായിച്ചിട്ട് മക്കളെ. അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. മതിമക്കളെ, അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നീങ്ങിപ്പോകത്തില്ല. അപ്പൊ ആന്റി ക്രൈസ്റ്റ് അല്ല വരുന്നത്. ഇന്ന് രാത്രി നെയ്യാറ്റിൻകരയോട് ബ്ലാങ്ങാമുറിയോട് നമ്മുടെ ബന്ധക്കോസിനകത്ത് ഇപ്പൊ തത്വചിന്തകന്മാരും പണ്ഡിറ്റ് ഡോക്ടറേറ്റർമാരും കൂടിയിരിക്കുക. ചിലർ പറയുന്ന അന്തിക്രിസ്തു വരും. ആന്റി ക്രൈസ്റ്റോ അവന്റെ അമ്മായിയപ്പനും അല്ല ആദ്യം വരുന്നത്. ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ചവരെ ചേർക്കാൻ മധ്യാകാശത്തിൽ യഹൂദാ ഗോത്രത്തിലെ സിംഹമായി നമ്മുടെ കർത്താവ് മടങ്ങി വരും. യാക്കോബ് പിള്ളാരെ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം. പിന്നെ പല കോസുകാരും പറയുന്നുണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് ആന്റി ക്രൈസ്റ്റ് എന്ന്. ചിലർ ചേച്ചിമാർ പറയും, കുഞ്ഞുങ്ങളെ ഉറക്കാൻ ഒരു പേര് പറയും, കൊറിയയിലെ കിങ് ജോങ് വരുന്നെന്ന്. സന്തോഷമില്ല, അതൊക്കെ വെറുതെ. അപ്പോൾ പിള്ളേരും അമ്മയെ ഉറക്കും, മനസ്സിലാകുന്നവർക്ക്. കൊറിയയിലെ കിങ് ജോങ് അല്ല. ചിലർ ഇന്നാൾ പറയുന്നിട്ട് മോഡി സാറാണ്, ചിലർ പറയുന്നിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ഇന്നാളാ രണ്ട് പറയുന്നത് ബരാക് ഒബാമയാണ്. ഇവരൊന്നും അല്ല അന്തിക്രിസ്തു. എലോൺ മസ്ക് ഒന്നും അല്ല അന്തിക്രിസ്തു. ഇവരെല്ലാം വഴിയൊരുക്കുന്നു. ആരാ ആന്റി ക്രൈസ്റ്റ്? യഹൂദന്റെ ജീനിലുള്ള ഒരുവനാ ആന്റി ക്രൈസ്റ്റ്. വായിക്കുന്നു അവനാരായിരിക്കും. ഉൽപ്പത്തി 49:17. അന്തിക്രിസ്തു ആരായിരിക്കുന്നു? വായിക്കാം. 49:17 വായിച്ചിട്ട് മക്കളെ. വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും ആകുന്നു. കിടക്കുന്ന ദാൻ ഗോത്രം, ഇന്നത്തെ സിറിയ കിടക്കുന്ന ഒരു ഗോത്രമാ ദാൻ ഗോത്രം. ആ ദാൻ ഗോത്രത്തിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്നത്. അല്ല കത്തോലിക്ക സഭ പരമാധ്യക്ഷനും ഇവിടുത്തെ ഭരണാധികാരികളുമല്ല അന്തിക്രിസ്തു. ഇവരെല്ലാം വഴി ഒരുക്കുന്നു. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇപ്പം നല്ലൊരു സംഭവം നടക്കുന്നു. ഒരു മിനിറ്റ് കടമെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രിയുടെ പേര് ഇറ്റാമിൻ ബെൻഗീർ, അദ്ദേഹം അമിത്ഷായുമായിട്ട് സംസാരിച്ചു. അമിത്ഷായോട് പറഞ്ഞു, ഞങ്ങളുടെ 100,000-ൽ പരം പേര് ഇവിടെ കിടക്കുന്നു. ആസാമിലും മണിപ്പൂരിലും മേഘാലയയിലും ഷില്ലോങ്ങിലും. അതിന്റെ പേര് മനാശെ, ബനി മനാശെ. എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ. യോസഫിന്റെ പുത്രന്മാരിൽ എഫ്രായിം. അതുപോലെ വടക്കേ ഇന്ത്യയിൽ കിടക്കുന്ന മനാശെ. ഇപ്പൊ ഇസ്രായേലിൽ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം വായിച്ചു, ചാനലുകൾ പടപടാ പുറത്തുവിട്ട് ഇസ്രായേലിന്റെ അലിറ്റാലിയ അഥവാ ഇസ്രായേൽ വിമാനം വന്നു. 350 പേരെ അവർ കൊണ്ടുപോയി. നമ്പർ 1 യഹൂദൻ മനശ്ശെ ഗോത്രക്കാർ മടങ്ങി വരുന്നു. ദാൻ തള്ളപ്പെടുമ്പോൾ മനശ്ശയെ ചേർക്കുന്നു. അതാ വെളിപ്പാട് പുസ്തകം 14 യഹൂദന്റെ ഗോത്രസംഖ്യ 1,44,000 പേർ. കരമുയർത്തുന്നവർക്ക് ഇതാ അന്ത്യകാല സംഭവം. അതുകൊണ്ട് ബൈബിളിനകത്ത് എസെക്കിയേലിനോട് സ്വർഗം പറഞ്ഞു, നിങ്ങൾ ചിതറിപ്പോയ ദേശത്ത് നിന്ന്, ലോക രാജ്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും യഹൂദന്. ആമോസിന്റെ പ്രവചനം അസംബ്ലീസ് കോഡിലെ പി.എൻ. സക്കറിയ സാറൊക്കെ ഒരു കാലത്ത് ചങ്കീറി പറഞ്ഞു. ആമോസ് 9:9 അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ യഹൂദന് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ അവരെ ഞങ്ങൾ മടക്കി വരുത്തും. അതാ മോഡി സാറിന്റെ അതുപോലെ അമിത്ഷായുടെ കൈയോടുകൂടി യഹൂദൻ മണിപ്പൂരിൽ നിന്ന്, മിസോറാമിലും, മേഘാലയയിൽ നിന്ന്, ഷില്ലോങ്ങിൽ നിന്ന് മടങ്ങി പോന്നു. എന്തിനമ്മാമ യഹൂദൻ മടങ്ങി പോകുന്നു? ഒരു അന്തിമ യുദ്ധം വരാറായി. അതോടൊപ്പം യഹൂദന്റെ ആലയം. ഇത് രണ്ടും നടക്കുന്നതിന് മുമ്പ് മണവാട്ടി സഭ ദൈവത്താൽ കാക്കപ്പെട്ടവർ മധ്യാകാശത്തിൽ പോകും. അതുകൊണ്ട് ആ രക്ഷയുടെ വാതിലുകൾ അടയാറായി. അങ്ങനെയെങ്കിൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഇന്ത്യക്കാരൻ ഗൂഗിളിന്റെ സുന്ദർപിച്ചയുമായി ചേർന്ന് ഇന്ന് സാത്താൻ സംസാരിക്കുന്ന പരിപാടികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ബൈബിളിലേക്ക് കിടക്കുന്നു. ഇവിടെ വരും ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ് മുഴുവൻ വരുമെന്ന് ബൈബിളിനകത്ത് വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 7:8 മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. 1 തലതങ്ക നെബൂഖദ്നേസർ, 2 നെഞ്ചും കൈയും ദാര്യാവേശും കോരശ്, 3 അരഭാഗം ഗ്രീക്കിൽ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, 4 റോമാ സാമ്രാജ്യമാണ് നമ്മുടെ ഇന്ത്യ വരെ ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത് കഴിയുമ്പോൾ ജനാധിപത്യ ഭരണം. ഈ ജനാധിപത്യ ഭരണത്തിന്റെ നടുവിൽ ഒരുവന്റെ കയ്യിൽ ഭരണം വരും, അന്തിക്രിസ്തുവിന്റെ കയ്യിലേക്ക്. വായിക്കുന്നു ദാനിയേൽ 7:7-8 വാക്യങ്ങൾ. കുഞ്ഞുങ്ങൾ ബൈബിൾ എടുക്കുക. കർത്തൃദാസൻ വചനം വായിക്കുന്നത് കേട്ടിരിക്കാം. വായിക്കാം മക്കളെ. ദാനിയേൽ 7:7-8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. 4മതൊരു മൃഗത്തെ
ഞാൻ കണ്ടു. മൃഗത്തിന് പ്രവചന ഭാഷ ഭരണാധികാരിയ. അടുത്ത വാക്ക്, അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. കണ്ടോ, ലോകരാജ്യങ്ങളെ തകർക്കുന്ന ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അടുത്ത വാക്ക്, അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടങ്ങളെ മുഴുവൻ അത് കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഏറ്റവും നിർണായകമായി ഭരണകൂടങ്ങൾ വീഴും. അടുത്തത്, മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യസ്തതയുള്ളതായിരുന്നു. അടുത്തത്, അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. അതാണ്ട് 10 കൊമ്പ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതെല്ലാം വീഴണമെങ്കിൽ 3 ഭരണം ഇവിടെ വീഴും. ഒന്ന്, ഇന്ന് 3 ഭരണങ്ങളാണ് ലോകത്തിലുള്ളത്. 1 രാജാധിപത്യം, ഗൾഫ് രാജ്യങ്ങൾ. 2 ഇന്ത്യ അടക്കം ജനാധിപത്യം. 3 ഏകാധിപതികൾ. അതിലൊന്ന് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ, ചൈനയിലെ ഏറ്റവും നിർണായകമായ ഷീ ജിൻപിങ്. അവർ പറയുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പൊന്നും വേണ്ട, മരിക്കുന്നത് വരെ ഞങ്ങൾ ഏകാധിപതികൾ. മറ്റൊന്ന് കൊറിയയിലെ കിങ് ജോങ്. ഇത് 3 പേരും വീഴണമെങ്കിൽ പന്നിപ്പനി വന്നിട്ട് കാര്യമില്ല, എലിപ്പനി വന്നിട്ട് കാര്യമില്ല, ചിക്കൻ കുനി വന്നിട്ട് കാര്യമില്ല. ഈ സാമ്രാജ്യങ്ങൾ വീഴണമെങ്കിൽ ഇവിടെ 1 വരണ സാമ്പത്തിക മാന്ദ്യം. മനസ്സിലാകുന്നവർക്കായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കണ്ടു, പണ്ട് കോവിഡ് കാലത്ത് നമ്മുടെ കയ്യിലെല്ലാം മാസ്കും സാനിറ്റൈസറും ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ പോലുള്ളവർ മാസ്ക് അടുപ്പിലുമിട്ട് കുഞ്ഞമ്മാമ സാനിറ്റൈസർ റബ്ബർ മറവിലൂടെ കത്തിച്ചും കളഞ്ഞു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യണം, നേരെ നേമം വരും, പ്രാവച്ചമ്പലം വരും, അത് കഴിഞ്ഞ് ബാലരാമപുരം വരും, അത് കഴിഞ്ഞ് വഴിമുക്ക് വരും, നേരെ നെയ്യാറ്റിൻകര കഴിയണം, ഉദയംകുളങ്ങര കഴിഞ്ഞ് പാറശാല കളിക്കാവള വരെ. റോഡിൽ ഒരു ബോർഡുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, വീടും വസ്തുവും വിൽക്കാനുണ്ട്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. തിരുവനന്തപുരത്തെ സിറ്റിയിലെ സകല കോൺട്രാക്ടർമാരും, അതിൽ പണി ചെയ്യുന്ന ചെറുപ്പക്കാരിലെ എൻ്റെ സുഹൃത്തുക്കൾ, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ് വേടിച്ച വില മതി, ആ കെട്ടൊന്ന് വിറ്റുപോയാൽ മതി, വലിയ വട്ടിപ്പിക്കെടുത്തത്. അതുകൊണ്ട് സാമ്പത്തിക മാന്ദ്യം. മനസ്സിലാകുന്നില്ലല്ലോ. പണ്ട് കോൺട്രാക്ടർ വിളിച്ചിട്ട് തോമാച്ചാനും ചിന്നമാമയും പറയുന്നത് 3000 സ്ക്വയർ ഫീറ്റ് വീട്, സ്വിമ്മിംഗ് പൂള്, അത് കഴിഞ്ഞിട്ട് കുളം, ഇതെല്ലാം പണിയാണ്. അന്തക്കാലം മുടിഞ്ചാച്ച്. ഇന്ന് ചിന്നമാമയും തോമാച്ചാനും വിളിച്ചിട്ട് ഗണ്ട്രാക്കിനോട് പറയും 1500, 3 കുഞ്ഞുമുറി, ഒരു വർക്കേറിയ, ഒരു ഹാള്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. പഴയ ആഡംബരം എല്ലാം പോയച്ച. ഇപ്പോഴാ യഥാർത്ഥ കോവിഡിന്റെ കാര്യം. എല്ലാ രാജ്യത്തും സാമ്പത്തിക മാന്ദ്യം. കോവിഡ് സാധാരണ സംഭവമല്ല, ഇത് വലിയ അട്ടിമറിയിലേക്ക് പോകുന്നത്. കോവിഡിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാ. സാമ്പത്തിക മണ്ഡലം തകരും. അങ്ങനെയെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ അടുത്ത വാക്ക് വായിച്ചാട്ടെ, വായിക്കാം. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊമ്പ് വായിച്ചു, അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ ചെറിയ കൊമ്പ വരാൻ പോകുന്ന അന്തിക്രിസ്തു. ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അടുത്ത വാക്ക്, അതിനാൽ മുമ്പിലത്തെ കൊമ്പുകൾ 3 പേരോടെ പറഞ്ഞുപോയി. രാജാധിപത്യം, ജനാധിപത്യം, ഇത് 3 ഇവിടെ വീഴും. ഭരണകൂടങ്ങൾ തകരുന്നു. ഇതെല്ലാം അന്ത്യകാല സംഭവമാണ്. അങ്ങനെയെങ്കിൽ അവൻ ലോകത്തെ കാണും, അത് കഴിഞ്ഞ് ലോകത്തോട് സംസാരിക്കും. അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. ഫുൾ സ്റ്റോപ്പ്. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണ്. ഇവിടാണ് വ്ളാങ്ങാമുറിക്കാർ കേൾക്കണ്ടേ. മനുഷ്യൻ തങ്ങളിൽ കാണുവോ? പണ്ടത്തെ ലാൻഡ് ഫോൺ, കുഞ്ഞമ്മാമയെ സുഖമാണോ, ചിന്നമാമയെ സുഖമാണോ? അന്തകാലം മുടിഞ്ചാച്ച്. ഇന്ന് നമ്മുടെ മൊബൈലിൽ 4 ചേട്ടന്മാർ. 1 ഫേസ്ബുക്ക്, 2 മെസ്സഞ്ചർ, 3 വാട്സപ്പ്, 4 ട്വിറ്റർ, 5 ഇൻസ്റ്റാഗ്രാം. എല്ലാം കാണുമില്ലേ? തങ്ങൾ ചിരിക്കുമല്ലേ? സ്വോത്രം. എല്ലാം വീഡിയോ കോളിലായില്ലേ? മനുഷ്യൻ തങ്ങളിൽ കാണും. ഇപ്പൊ തന്നെ നമ്മുടെ സഹോദരന്മാർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവനാമത്തിൽ പറയും 2 ക്യാമറ ഉള്ളതാണ്. ചേച്ചി പറയും 5 ക്യാമറ ആയിട്ട് തന്നേരെ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ദാവീദ് കറക്കിയോളെ കറക്കാനായിട്ട്. മനസ്സിലാകുന്നവർക്കായി എത്ര ക്ലിയറായി. പണ്ടത്തെ കാലത്ത് ഹലോ ഹലോ അതെല്ലാം മാറി. ഇന്ന് കാണുന്നു, തങ്ങൾ സംസാരിക്കുന്നു. അതിനാസ്പദമായി കോവിഡ് കാലം വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? എല്ലാവരെയും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും പോയി, നടുവേദനയും തുടങ്ങി. അതാ ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ്, സൂം ആപ്പ്, ഫേസ് ആപ്പ്, എന്തെല്ലാം പരിപാടികൾ വന്നെന്നറിയാമോ? ഒരു നാടൻ കഥ. ആരെയും ദുഃഖിക്കാനല്ല, ഇച്ചിരി കഥ പറയുന്നത് നല്ലതാണ്. ഇന്നാരും പറയുന്നില്ലല്ലോ. പണ്ട് നെയ്യാറ്റിൻകര അച്ചായനും അമ്മാമ്മയും അവരുടെ മകൻ മസ്കറ്റിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി. അന്ന് വെള്ളയമ്പലത്താണ് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉള്ളത്. അവരങ്ങോട്ട് രാവിലെ ലോക്കൽ കോൾ വിളിക്കും, സാർ ഞങ്ങൾക്കൊരു കണക്ഷൻ കാൾ വേണം, മസ്കറ്റിൽ മോനുമായിട്ട് സംസാരിക്കാൻ. അവർ പറയും വൈകിട്ടേ കിട്ടത്തുള്ളെന്ന്. 6:30 ആകുമ്പോഴത്തേക്ക് അച്ചായനും അമ്മാമ്മയും നല്ല മേശയുടെ മുമ്പിൽ വന്നിരിക്കും. അന്നത്തെ ടെലിഫോണിൻ്റെ പ്രത്യേകത എന്തോ? 4 കിലോ ബേസും 1 കിലോ റിസീവർ, 5 കിലോ ആയിരുന്നു അന്നത്തെ ടെലിഫോൺ. മനസ്സിലാകുന്നവർക്കായി. മണി അടിക്കും. അച്ചായനോട് എക്സ്ചേഞ്ചുകാർ പറയും അടുത്ത കോള് മസ്കറ്റുമായിട്ട്. നേരെ അച്ചായൻ ആ റിംഗ് ടൂൺ എടുത്തിട്ട് ഒരൊറ്റ വിളി, ജോസ് മോനെ സുഖമാണോ? പ്ലാങ്ങാമുറിയിലെ 4 വീട്ടുകാരും കേൾക്കും, കൂട്ടിലിരിക്കുന്ന പട്ടിയും കുറയ്ക്കും അച്ചായൻ്റെ ശബ്ദം കേട്ടിട്ട്. മനസ്സിലാകുന്നവർക്കായി. ആ വിളിയായിരുന്നു അന്തക്കാലം. അടുത്ത അച്ചായനും അമ്മാമ്മയും. ഇപ്പം അതാണോ? പ്ലാങ്ങാമുറിയിൽ അച്ചായനും അമ്മാമ്മയും വൈകിട്ട് ഭിത്തിയിൽ ഒരു ചെകുത്താൻ, ഒരു ലാപ്ടോപ്പ്, കീ കൂക്കു. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. ഡയറക്റ്റ് ലൈവ് മസ്കറ്റിലേക്ക്. ഉടനെ പറയും ചാറ്റ് തുടങ്ങാം, പിള്ളേർ വന്നിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്ക്. അച്ചായനും അമ്മാമ്മയും ടേബിളിൽ ഇവിടെ ഇരിക്കും. മസ്കറ്റിലുള്ള മകനും മകളും കൊച്ചുമോളും ഇവിടെ ഇരിക്കും. അവർ തങ്ങൾ സംസാരിക്കും. പ്ലാങ്ങാമുറി കൺവെൻഷൻ നടക്കുന്നു. കാറ്റ് വല്ലതും അടിച്ചോ, പ്രളയം
ഭയം വല്ലതും ഉണ്ടായോ? ഇവിടെ ജാഥകൾ നടക്കുന്നു, ഇതെല്ലാം ചോദിക്കും. അച്ചായൻ പറയും കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം സന്തോഷം. ഉടനെ അച്ചായൻ്റെ അടുത്ത് പിള്ളേരെ എവിടുന്ന് ചോദിക്കും, വൈകിട്ട് എന്തുവാ രാത്രിയിലെ ഭക്ഷണം? അച്ചായൻ പറഞ്ഞു, ഞങ്ങൾ കാരക്കോണത്ത് പോയി, ഷുഗർ ഇച്ചിരി ഹയ്യാ. ഡോക്ടർ പറഞ്ഞു, ദാണ്ട മോൻ നോക്കിയാട്ടെ, ഗോതമ്പ് നുറുപ്പും കണ്ണിമാങ്ങയും. സന്തോഷമില്ലല്ലോ, മേശപ്പുറത്ത് കാണിക്കും, മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് ഈ പിള്ളേരോട് ചോദിക്കും, നിങ്ങളുടെ ഭക്ഷണം എന്തോ? അവർ പറയും, നോക്കിയാട്ടെ പപ്പ, കെൻഡക്കി ഫ്രൈഡ് ചിക്കനും കോക്ടെയിലിൻ്റെ ജ്യൂസും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കണ്ടില്ലേ, എല്ലാം ഇന്ന് കണ്ണിന് മുൻപിൽ കാണുന്നു. ലോകം ഒരുവൻ്റെ കയ്യിൽ. എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ? മനസ്സിലാകുന്നവർക്കായി. താണ്ടിരിക്കുന്ന കുഞ്ഞുവാനും ജോസൂട്ടിയിരിക്കുന്നു. പണ്ട് മമ്മി അവർക്ക് മൊബൈൽ കൊടുക്കോ, വട്ടിയിലിട്ട് വെച്ചിരുന്ന സ്കൂൾ അടച്ചപ്പോൾ പിള്ളേരെ കൊടുത്ത് സകല ആപ്പും പിള്ളേർക്കറിയാം. മര്യാദയ്ക്ക് ഇന്നലെ അപ്പനെ അമ്മയെ ആപ്പിലാക്കാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. இந்த நாள்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறது. குமரி மாவட்டத்துக்கு நான் போயிருக்குது. அந்த தலைமை போதகர் அவர் தான் 85 வயசு இருக்கிற ஒரு அப்பச்சன் இருக்குது. 3 நாள்கள் நான் பேசுகிறது. 1ஆம் நாள் யோகம் முடிஞ்சாச்சு വീട്ടിക്കുള്ള വന്നപ്പോൾ 85 വയസ്സുള്ള അപ്പച്ചൻ വിൻസെന്റ് പാസ്റ്റർ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുന്നു. എൻ്റെ ചങ്ക് കത്തിപ്പോയി. മത്തിത്തല പിടിക്കാൻ വയ്യാത്ത അപ്പച്ചൻ ലാപ്ടോപ്പ് ഞെക്കുന്നു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പോൾ എനിക്ക് 2 നാൾ കൂടി ചെയ്തി இருக்குது. 2ஆம் നാൾ ഞാൻ മിണ്ടിയില്ല. 3ஆம் നാൾ പോരുന്നതിൻ്റെ ചോദിച്ചു, അയ്യാ நீ எங்கே யாருக்கிட்டு கூப்பிடுது? அப்போ പറഞ്ഞ என் மகன் சின்ன குழந்தை UK நேர்ஸாக இருக்குது, அவளை ജോലി മുടിഞ്ചാച്ച് വന്നോന്ന് ഞാൻ ചാറ്റ് ചെയ്യുക. അന്ന് സന്തോഷം ഇല്ലല്ലോ സ്വോത്രം. 85-കാരൻ അപ്പച്ചൻ. മനസ്സിലാകുന്നവർക്കായി കുമാരി മാവട്ടത്തിൽ. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാന്ന് ഇത് പിടിച്ച്? അപ്പച്ചൻ പറഞ്ഞ്, ചർച്ചെല്ലാം ക്ലോസ് പണി കോവിഡ് കാലത്ത് ഞാൻ സൂം പ്രസംഗിച്ച് അരുമயான കമ്പ്യൂട്ടർ തേവയായിരിക്കുന്നത്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. എല്ലാം ക്ലിയർ ആയില്ലയോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തു നമ്മളെ മുഖാമുഖം കാണുന്ന കാലം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ നമ്മെ കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുക 10,000 പേർ സുന്ദരനായി മടങ്ങി വരും.